ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ വിഷുവും ഈസ്റ്ററും പിന്നെ പെരുന്നാളും ഒക്കെ അങ്ങോട്ട് കഴിഞ്ഞു. ഒരു വിധത്തിലെല്ലാം അങ്ങോട്ട് സമാപിച്ചു എന്ന് തന്നെ പറയാം. അപ്പോൾ ഇനി നമുക്ക് തിരിച്ച് സ്റ്റഡീസിലേക്ക് കിടക്കാം. +1 അത്യാവശ്യം നല്ല രീതിയിൽ ഉറപ്പിയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു +2 കുറച്ചും കൂടി നേരത്തെ പഠിച്ച് തുടങ്ങാമെന്ന്. പിന്നെ പോരാത്തതിന് നീറ്റ് എഴുതാനുള്ള അതിയായ കൊതി കൊണ്ട് ഞാൻ കുറച്ച് ബുക്ക്സ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഈ ബുക്സിൻ്റെ റിവ്യൂ ആണ് പറയുന്നത്. ഞാൻ മേടിച്ചത് MTGയുടെ NCERT ഫിംഗർ ടിപ്സ് എന്ന് പറഞ്ഞ ബുക്സാണ്. ഇത് നീറ്റ് ആസ്പിറൻസിന് ബെസ്റ്റ് ബുക്കാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് സെല്ലർ ബുക്കാണ്. ഞാൻ ഗൂഗിളിൽ കുറേ ടൈപ്പ് ചെയ്ത് നോക്കി, ഞാൻ യൂട്യൂബ് റിവ്യൂസ് നോക്കി, ഞാൻ എൻ്റെ കുറച്ച് സീനിയേഴ്സിനോട് ചോദിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ ബുക്ക് വാങ്ങിയത്. ആൻഡ് ഐ വാസ് റിയലി സർപ്രൈസ്ഡ്. ഈ ബുക്കിൽ നമ്മൾ വിചാരിക്കാത്ത തരത്തിലുള്ള ക്വസ്റ്റ്യൻസും അതിനുള്ള ഡെഫിനിഷൻസും എക്സ്പ്ലനേഷൻസും ഒക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആക്ച്വലി ഇതിന് റേറ്റ് ഉണ്ട്, കാരണം ആ ബുക്കിൽ അത്രയധികം കണ്ടൻറ്റും ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് റിയലി വർത്ത് ഓഫ് ഇറ്റ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബയോളജി തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ബയോളജി ബുക്ക് ഇറ്റ്സ് റിയലി വണ്ടർഫുൾ. ആ ബുക്കിൻ്റെ ഉള്ളിൽ കുറേ ഫോട്ടോസൊക്കെ വെച്ച് കളർഡ് ആയിട്ടുള്ള ബുക്കാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് നീറ്റ് പഠിക്കുന്ന ബുക്ക്, നീറ്റിന് പഠിക്കാൻ ഉപയോഗിക്കുന്ന പലരുടെയും ബുക്ക്. പക്ഷെ അതൊന്നും കളേർഡ് അല്ല, അതായത് എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരിക്കും. ഫോട്ടോയൊക്കെ ആണെങ്കിലും ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരിക്കും. പക്ഷേ ഈ ബുക്ക് അങ്ങനെയല്ല. ഈ ബുക്കിൽ കളർ പ്രിൻറ്റ്സ് ഉണ്ട്, കളർ ഫോട്ടോസ് ഉണ്ട്, കളറിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഹ്യൂമൻ ഹെൽത്തിലൊക്കെ ആ പോർഷൻസൊക്കെ നല്ല രസമായിട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതായത് ഓരോ ചാപ്റ്റേഴ്സിൻ്റെ മൈൻഡ് മാപ്പ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഒരുപാട് MCQs ഉണ്ട്. ആൻഡ് +1 +2 സ്റ്റുഡൻസ്, നിങ്ങൾ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ, നിങ്ങൾക്കൊരു ഡോക്ടറാകണം, അഗ്രികൾച്ചറിൽ പോകണം, അല്ലെങ്കിൽ ഫിഷറി എടുക്കണം, അങ്ങനെ നിങ്ങൾ ഏതെങ്കിലും മെഡിക്കൽ ഫീൽഡിലേക്ക് പോകണം, നീറ്റ് എഴുതണം എന്നുണ്ടെങ്കിൽ ദ ബെസ്റ്റ് വൺ യു ചൂസ് ഇസ് MTGയുടെ ഫിംഗർ ടിപ്സ് ആണ്. ഇത് പെയ്ഡ് പ്രൊമോഷൻസ് ഒന്നുമല്ല. ദിസ് ഈസ് മൈ ഓൺ എക്സ്പീരിയൻസ്. ഇത് ഞാൻ സ്വന്തമായിട്ട് അനുഭവിച്ച കാര്യമാണ്. എനിക്ക് ഈ ബുക്സൊക്കെ ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി. പിന്നെ ഞാൻ മാത്സ് എന്തിനാണ് മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് നീറ്റ് എഴുതണമെന്നുണ്ടെങ്കിൽ കീമും കൂടി നോക്കിയാൽ കൊള്ളാമെന്നുണ്ട്. കാരണം എനിക്ക് എൻജിനീയറിങ് കിട്ടിയാൽ ഞാൻ അതിനും പോകാനും തയ്യാറാണ്. സോ ഞാൻ മാത്സും കൂടി മേടിച്ചു. മാത്സ് അതാണ് എനിക്ക് കൂട്ടത്തിൽ ഏറ്റവും വലിയ ബുക്കായിട്ട് തോന്നിയത്. മാത്സിൻ്റെ ബുക്ക് അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. മാത്സിൻ്റെ ബുക്കിൽ അവരെല്ലാം നല്ല പ്രോപ്പറായിട്ട് അസൈൻ ചെയ്ത് എല്ലാ സ്റ്റെപ്പും ക്ലിയർ ആയിട്ട് നമുക്ക് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് റിയലി നൈസ് ടു ലുക്ക് അറ്റ് ഇറ്റ്. പക്ഷെ ചെയ്ത് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ടഫ് തന്നെയുണ്ട്. കാരണം ഈ ലെവലിലുള്ള മാത്സ് പഠിക്കുമ്പോൾ അത്യാവശ്യം ടഫൊക്കെ ഉണ്ടാവും, ഇല്ലെങ്കിൽ അത്ഭുതമല്ലേ ഉള്ളൂ. എങ്കിലും ഇവർ ഓൺലൈൻ സപ്പോർട്ടും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. നമുക്ക് ബുക്കിൽ പഠിച്ചത് കൂടാണ്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ ഇവർ ഓൺലൈനിൽ ഫ്രീ ആയിട്ട്, ഈ ബുക്ക് മേടിച്ചവർക്ക് ഫ്രീ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് അതുവഴി ഓൺലൈനിലും നമുക്ക് പഠിക്കാം, ബുക്കിൽ നോക്കി നമുക്ക് പഠിക്കാം. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എല്ലാവരും ഇപ്പോൾ വെക്കേഷൻ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വെക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ സെൽഫ് കെയർ ചെയ്യണം, എല്ലാം ചെയ്യണം. പക്ഷെ അതേസമയം കുറച്ച് ടൈം പഠിക്കാനും കൂടി മാറ്റി വയ്ക്കുക. കാരണം പഠനം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഫ്യൂച്ചർ നമുക്ക് സെക്യൂർ ചെയ്യണ്ടേ. ഫിസിക്സിൻ്റെ ബുക്കിലേക്ക് പറയുകയാണെങ്കിൽ NCERT ക്വസ്റ്റ്യൻസ് എല്ലാം ഇതിനകത്തുണ്ട്. NCERT ബേസ്ഡ് ആയിട്ട്. പിന്നെ ഇതിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യം, നമ്മൾ പഠിക്കുന്ന ക്വസ്റ്റ്യൻ NCERTയിൽ ഏത് പേജിൻ്റെ ഭാഗമായിട്ട് വരുമെന്ന് അവിടെ പേജ് നമ്പർ കൊടുത്തിട്ടുണ്ട്. NCERT ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ അടക്കമാണ് ഇത് കൊടുത്തേക്കണേ. +1 +2 രണ്ട് ക്ലാസ്സുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ബുക്കാണ്. കാരണം +1 സിലബസും +2 സിലബസും ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഫിസിക്സിൽ കോൺസെപ്ഷ്യൽ ക്വസ്റ്റ്യൻസ് ഒരു സെക്ഷനും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വേറെ സെക്ഷനായിട്ടാണ് ഈ ബുക്കിൽ കൊടുത്തേക്കുന്നത്. അതായത് നമുക്ക് പഠിച്ച ഒരാൾക്ക് കോൺസെപ്റ്റിൽ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്നും, ന്യൂമറിക്കൽസ് പഠിച്ച ഒരാൾക്ക് ന്യൂമറിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ സെപ്പറേറ്റ് നോക്കാം. ഓരോ ചാപ്റ്റർ വൈസുള്ള വെയിറ്റേജ് ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓരോന്നിനും NCERT ക്വസ്റ്റ്യൻസ്, പിന്നെ മുൻവർഷം PYQs, അങ്ങനെ ഓരോ സെക്ഷൻ തിരിച്ച് ഒരു 4 സെക്ഷൻ എങ്ങാണ്ട് ക്വസ്റ്റ്യൻസ് അവർ ഈ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഐ എം റിയലി സാറ്റിസ്ഫൈഡ് ദിസ് ബുക്ക്. പിന്നെ ഈ ബുക്കുകൾക്കൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ബുക്ക് എന്ന് തോന്നുന്നത് കെമിസ്ട്രിയാണ്. കാരണം കെമിസ്ട്രിക്ക് നല്ല കട്ടി കുറവാണ്. ബാക്കി എല്ലാ ബുക്കുകൾക്കും അത്യാവശ്യം കട്ടിയുണ്ട്. കെമിസ്ട്രിയുടെ ബുക്കിലുള്ള ഈ പടങ്ങളൊക്കെ കാണാൻ ഭയങ്കര അട്രാക്റ്റീവാണ്. നമുക്ക് ബുക്ക് എടുത്താൽ പഠിക്കാം എന്നുള്ള ചിന്ത വരും. അത്ര നല്ല ഭംഗിയിലാണ് ഒരു ബുക്ക് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. പക്ഷേ ബുക്ക് അത്യാവശ്യം ഞാൻ കട്ടിയുണ്ട്. വാട്ട് എവർ, ഞാൻ ഈ ബുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യും. കാരണം ഈ ബുക്കിലുള്ള MCQ കോർണേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ സംഭവവും റിയലി നല്ലതാണ്. നിങ്ങൾക്ക് എല്ലാ വിഷയത്തിനും ഓൺലൈൻ സപ്പോർട്ടുണ്ട്.
ആൻഡ് എല്ലാവരും പറയുന്ന ഈ ബുക്ക് ഭയങ്കര നല്ലതാണ്. അത് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നീറ്റിന് പഠിക്കാൻ വേണ്ടി ബുക്ക് വാങ്ങിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ഓപ്ഷൻ MTGയുടെ ഈ NCERT ഫിംഗർ ടിപ്സ് എന്നുള്ള ബുക്കായിരിക്കും. ഫുൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് പഠിച്ചാൽ ഉറപ്പാണ് നിങ്ങൾക്ക് നീറ്റ് കിട്ടും. അത്ര അധികം ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊരു +1 സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇപ്പോൾ തന്നെ പഠിച്ചാരംഭിച്ചോളൂ. കാരണം ഇറ്റ് ഈസ് എ വാസ്റ്റ് സിലബസ്. 10th നമ്മൾ പഠിച്ചതൊന്നുമല്ല +1 +2. ഇറ്റ് ഈസ് എൻറ്റയർ ന്യൂ വേൾഡ്. എൻ്റെ അനുഭവം കൊണ്ട് പറയാം. +1 അത്യാവശ്യം നല്ല രീതിയിൽ ഉഴപ്പിയതുകൊണ്ട് എങ്ങനെയായിരിക്കും എൻ്റെ ബോർഡ് എക്സാം റിസൾട്ട്സ് എന്ന് എനിക്കറിയില്ല. പക്ഷേ ഐ ഹോപ്പ് എനിക്ക് നീറ്റ് എഴുതണം. എനിക്ക് നീറ്റിൽ നല്ല മാർക്ക് വേണം. ഞാൻ നീറ്റ് എന്തിനാ എഴുതണേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഞാനെന്തായാലും പഠിക്കാൻ തീരുമാനിച്ചു. നിങ്ങളൊക്കെ പഠിക്കണം എന്നൊക്കെ തന്നെയാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ഡ്രീമിന് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്തേ പറ്റൂ. എല്ലാവരും കളിക്കുകയാണ്, എല്ലാവരും ആഘോഷിക്കുകയാണ്. ഞാനും ആഘോഷിക്കും. ഞാനും എൻ്റെ രീതിയിൽ ബ്രേക്കൊക്കെ എടുക്കും. പക്ഷെ കുറച്ച് സമയം മാറ്റി വയ്ക്കണം. 2026 നീറ്റ് എഴുതുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ യു ക്യാൻ ഫോളോ മൈ ചാനൽ. ആൻഡ് ബോർഡ് എക്സാംസിൽ പഠിക്കുന്നത് എങ്ങനെയാണ് എല്ലാ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ദാറ്റ്സ് ഓൾ ഫോർ നൗ ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ.